ഹായ് ഫ്രണ്ട്സ്, ബോഗെയിൻവില്ല സ്റ്റോറിയുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളുടെ പ്ലാന്റ് സൈസും അതിൻ്റെ പ്രൈസും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് വെറൈറ്റികളും അതുപോലെ ഇപ്പോഴും ട്രെൻഡിങ് ആയി തന്നെ നിൽക്കുന്ന വെറൈറ്റികളും കഴിഞ്ഞ വർഷങ്ങളിലുള്ള കുറച്ച് വെറൈറ്റികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സീസണിലേക്ക് പ്ലാന്റുകൾ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്ലാന്റുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈമാണ് ഇപ്പോൾ. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ പ്ലാന്റുകൾ വാങ്ങി റീപോർട്ട് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് പ്ലാന്റുകൾ അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഗ്രോത്ത് ആയിട്ട് നന്നായി ഫ്ലവർ ചെയ്യാൻ പാകത്തിലായി നിൽക്കും. അതുകൊണ്ട് പ്ലാന്റുകൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇപ്പോൾ തന്നെ വാങ്ങി റീപോർട്ട് ചെയ്ത് വെച്ചോളൂ. നന്നായി വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് ആവശ്യത്തിന് വെള്ളവും ഒക്കെ കൊടുത്ത് വെച്ചാൽ നന്നായിട്ട് തന്നെ ഗ്രോത്ത് ആവുന്ന പ്ലാന്റുകളാണ് ഇവ. അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി പ്ലാന്റ് നോക്കാം. ഇതിൻ്റെ പേരാണ് സിറിയൽ മിൽക്ക്. സിറിയൽ മിൽക്കിൻ്റെ പ്ലാന്റുകൾ കഴിഞ്ഞ സീസൺ ലാസ്റ്റ് നമ്മൾ ഒത്തിരി പ്ലാന്റുകൾ സെയിലാക്കിയതായിരുന്നു. ഇപ്പോഴും വളരെ ട്രെൻഡിങ്ങിലായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് സിറിയൽ മിൽക്ക്. ഇതിൻ്റെ ലീഫുകൾ നല്ല വെളിച്ചം കിട്ടിയ ഒരു ഗോൾഡൻ നിറത്തിലേക്ക് ചേഞ്ച് ചെയ്യും. ഫ്ലവേഴ്സിൻ്റെ റെഫറൻസ് പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് പിങ്ക് നിറത്തിലോട് കൂടിയ ഫ്ലവേഴ്സ് ആയിരിക്കും സിറിയൽ മിൽക്കിൻ്റെത്. ഇതിൻ്റെ വില 350 രൂപ. ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത പ്ലാന്റാണ് ടാഗ്ലോൺ റെഡിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്. ടാഗ്ലോൺ റെഡിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ഈ സീസണിലാണ് നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല ബിഗ് സൈസിലുള്ള പ്ലാന്റുകളാണ്, ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയും വില 350 രൂപ. നല്ല ലെങ്ത്തുള്ള ഗ്രാഫ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സീസൺ എടുക്കുമ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ചിലപ്പോൾ അവൈലബിൾ ആവും. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് മാജിക് ഐസ്ക്രീം. മാജിക് ഐസ്ക്രീമിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം 2-3 ശാഖകളൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബിഗ് സൈസിലുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ വില 300 രൂപ. മാജിക് ഐസ്ക്രീമിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പിക്ചർ സൈഡിൽ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയതാണ്. ഇതുപോലെ ആയിരിക്കും മാജിക് ഐസ്ക്രീമിൽ. ഇപ്പോൾ അധികം ഫ്ലവേഴ്സ് ഇല്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു പ്ലാന്റിലുള്ള ഫ്ലവേഴ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മാജിക് ഐസ്ക്രീം. അടുത്ത വെറൈറ്റി പ്ലാന്റാണ് ക്രിസ്റ്റീന. ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു മസ്റ്റ് ബൈ വെറൈറ്റിയാണ് ക്രിസ്റ്റീന. ബോഗെയിൻവില്ല കളക്ട് ചെയ്യുന്ന ഏതൊരാളും ഇഷ്ടപ്പെടുന്ന നല്ല വെറൈറ്റിയാണ് ക്രിസ്റ്റീന. അപ്പോൾ ക്രിസ്റ്റീനയുടെ റേറ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് ഡോക്ടറാവു ഓറഞ്ച് അല്ലെങ്കിൽ സൺസെറ്റ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന വെറൈറ്റി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 150 രൂപ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് SSP പർപ്പിൾ. SSP പർപ്പിളിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രാഫ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഒരുപാട് ബുഷി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് പ്ലാന്റുകളും അവൈലബിൾ ആണ്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഇതിൻ്റെ വില 350 രൂപ. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് SSP പർപ്പിൾ. ഇതിൻ്റെ വില 350 രൂപ. നെക്സ്റ്റ് പ്ലാന്റ് ആണ് ഗോൾഡൻ മാവു. നല്ല ഗോൾഡൻ ലീഫോട് കൂടിയ ലൈറ്റ് പിങ്ക് ഫ്ലവേഴ്സാണ് ഗോൾഡൻ മാവിനുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വില 300 രൂപ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ സീസണിലും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഗോൾഡൻ മാവു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ അത്യാവശ്യം ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് നന്നായി വെയിൽ കിട്ടുമ്പോൾ നല്ല യെല്ലോയിഷ് ലീഫായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അടുത്ത വെറൈറ്റി പ്ലാന്റാണ് ബ്രിസ റെഡ് ആൻഡ് ബ്രിസ പീച്ച്. രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
രണ്ടിൻ്റെയും വില 300 രൂപ. ബ്രിസ റെഡ് ആയാലും പീച്ചായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റൊക്കെ നല്ല സെറ്റായിട്ടുള്ള പ്ലാന്റുകളാണ്. പലപ്പോഴും നമുക്ക് ബ്രിസ റെഡൊന്നും ഇങ്ങനെ നല്ല ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ലഭിക്കാറില്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ളതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ്. അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് സ്നോ യെല്ലോ. സ്നോ യെല്ലോയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 250 രൂപ. റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് ബട്ടർ കപ്പ്. ബട്ടർ കപ്പിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 280 രൂപ. ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അടുത്ത വെറൈറ്റി പ്ലാന്റ് ആണ് അർജുന. അർജുനയുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 230 രൂപ. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് വാട്ടർമെലൺ കീസ്. വാട്ടർമെലൺ കീസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള നല്ല തിക്ക് സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 250 രൂപ. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് ആണ് സ്നോ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 180 രൂപ. നല്ല വെരിഗേറ്റഡ് ലീഫോട് കൂടിയ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് ബാലക. ബാലകയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 230 രൂപ. 230 രൂപയാണ് ബാലകയുടെ റേറ്റ്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് ലൈലാക് ഫോർമൂസ. ലൈലാക് ഫോർമൂസയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 200 രൂപ. നെക്സ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്ക് സ്റ്റെമ്മോട് കൂടിയ ചാകിരാന പീച്ചിൻ്റെ പ്ലാന്റുകളാണ്. നല്ല വലിയ സൈസ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 180 രൂപ. വലിയ പോട്ടിലേക്കും സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 180 രൂപ. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ഫോക്സ്ടെയിൽ റെഡ്. ഫോക്സ്ടെയിൽ റെഡ് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ന്യൂ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിൻ്റെ വില 400 രൂപ. ഗ്രാഫ്റ്റൊക്കെ സെറ്റായ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വെറൈറ്റി പ്ലാന്റ് ആണ് പൂന ചിത്ര. പൂന ചിത്രയുടെ ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റിൻ്റെ വില 200 രൂപ. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് സിൽവർ റെഡ്. സിൽവർ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 180 രൂപ. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ യെല്ലോ. ബട്ടർഫ്ലൈ യെല്ലോയുടെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 180 രൂപ തന്നെയാണ്. ഇതിലെല്ലാം ഫ്ലവേഴ്സൊക്കെ വന്ന് പൊഴിഞ്ഞ പ്ലാന്റുകളാണ്. അടുത്ത പ്ലാന്റ് സിൽവർ ലീഫ് തായ് ഡിലൈറ്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 200 രൂപ. നെക്സ്റ്റ് പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ റെഡ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 230 രൂപ. അടുത്തതായി
അദർണയുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അദർണ പലപ്പോഴും നമുക്ക് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരാറ്. ഇത്തവണ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വില 250 രൂപ. ഒരുപാട് പേര് അദർണയുടെ ഒക്കെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ചോദിക്കാറ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത വെറൈറ്റി പ്ലാന്റ് ആണ് ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിളിൻ്റെ വില 180 രൂപ. നെക്സ്റ്റ് വെറൈറ്റി ടൈഗർ പാർത്ത. ഡോട്ടഡ് ആയിട്ടുള്ള ലീഫോട് കൂടിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില 160 രൂപ. നെക്സ്റ്റ് അർജുനയുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ വില 230 രൂപ. 230 രൂപയാണ് അർജുനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില. വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് മൊണാലിസ റെഡ്. മൊണാലിസ റെഡിൻ്റെ റൂട്ടഡ് പ്ലാന്റുകളുടെ വില 200 രൂപ. അടുത്തൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ചോക്ലേറ്റ് ബ്രൗൺ. ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഈ ഒരു സൈസിലുള്ള ഹെൽത്തി പ്ലാന്റുകളുടെ വില 180 രൂപ. നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ടാഗ്ലോൺ പീച്ചിൻ്റെ റൂട്ടഡ് പ്ലാന്റിൻ്റെ വില 200 രൂപ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് ടാഗ്ലോൺ പിങ്ക്. ഇതിൻ്റെ വില 180 രൂപ. നെക്സ്റ്റ് വെറൈറ്റി ആണ് റോയൽ ഡോൾഫിൻ. റോയൽ ഡോൾഫിൻ നല്ല വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ഫ്ലവേഴ്സ് ഈ ലീഫാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മൾ തണലത്ത് വെച്ചതുകൊണ്ടാണ് ഗ്രീൻ ലീഫായിരിക്കുന്നത്. നല്ല വെളിച്ചം കിട്ടിയാൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കളറോട് കൂടിയ ലീഫായിരിക്കും ഉണ്ടായിരിക്കുക. നല്ല സൈസുള്ള ഡാർക്ക് പിങ്ക് ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും. റെഫറൻസ് പിക്ചർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് ആണ് സ്പ്ലാഷ് ബട്ടർഫ്ലൈ. സ്പ്ലാഷ് ബട്ടർഫ്ലൈയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 200 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് സ്നോ മഹാര. സ്നോ റെഡ് ആൻഡ് സ്നോ മഹാര രണ്ടിൻ്റെയും വില 180 രൂപ. ഇത് സ്നോ റെഡിൻ്റെ പ്ലാന്റ് ആണ്. നെക്സ്റ്റ് പ്ലാന്റ് ആണ് സ്നോ മഹാര. രണ്ട് പ്ലാന്റും 180 രൂപ. മഹാരയുടെ പിങ്ക് ഫ്ലവർ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ പിങ്ക് മഹാരയുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫോട് കൂടിയ പ്ലാന്റ്. നെക്സ്റ്റ് പ്ലാന്റ് ആണ് സൂഫിയ ഇന്ത്യാന. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് സൂഫിയ ഇന്ത്യാനൊക്കെ ഉള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 230 രൂപ. വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് മിസ് ആലീസിൻ്റെ വെരിഗേറ്റഡ്. ഇതിലാകെ 1-2 പ്ലാന്റുകളാണ് നമ്മുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റിൻ്റെ വില 200 രൂപ. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ മുഴുവൻ പ്ലാന്റിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ വാങ്ങിക്കുന്നവർ ഇതുപോലെയുള്ള ഒരു ചെറിയ ചട്ടിയിലാണ് ആദ്യമായി റീപോർട്ട് ചെയ്യേണ്ടത്.
ഞാനെങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതിനുശേഷം പ്ലാന്റ് നന്നായി ഗ്രോത്ത് ആയതിനു ശേഷം ഒരു 8 ഇഞ്ചിൻ്റെ ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് വളങ്ങളും മറ്റും കൊടുക്കാറുള്ളത്. ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ റീപോർട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അതിന് ശേഷം ഈ ഒരു 8 ഇഞ്ചിൻ്റെ ചട്ടിയിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കാറ്. കണ്ട് ഈ നമ്മുടെ കഴിഞ്ഞ വർഷം ഒക്കെ ആയിട്ട് റീപോർട്ട് ചെയ്ത പ്ലാന്റുകളാണ് ഇവയൊക്കെ. ഇതൊക്കെ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ തന്നെയാണ് ഇങ്ങനെ ഗ്രോത്ത് ആക്കി എടുക്കാറാണ് പതിവ്. വലിയ മദർ പ്ലാന്റുകളൊന്നും നമ്മൾ വാങ്ങാറില്ല. ഇതൊക്കെ അങ്ങനെ റീപോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റുകളാണ്. ഇനി നെക്സ്റ്റ് സൈസ് ആയിട്ടുള്ള ഒരു 8 ഇഞ്ച് പോട്ടിലേക്ക് നമ്മൾ ഇവയെല്ലാം റീപോർട്ട് ചെയ്ത് കൊടുക്കും. ഇവയൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു 6 ഇഞ്ച് പോട്ടിലാണ്. അതിനുശേഷം 8 ഇഞ്ച് പോട്ടിലേക്ക് മാറ്റി. ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം നമ്മളങ്ങനെ റീപോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റുകളാണ്. ഒരുപാട് കസ്റ്റമേഴ്സിനുള്ളൊരു സംശയമാണ്, അതിൻ്റെ അടിയിലുള്ള ക്ലേ മാറ്റിയാണ് നമ്മൾ നടേണ്ടത്. ഒരിക്കലും ക്ലേ അനക്കാനോ മാറ്റാനോ പാടില്ല. വളരെ പതിയെ ബ്ലേഡ് ഉപയോഗിച്ച് ആ കവർ കട്ട് ചെയ്ത് ഒരു പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് വേണ്ടത്. പ്ലാന്റ് വലുതാകുന്നതിനനുസരിച്ച് വേരുകളെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും, നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വരും.